നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് വലിപ്പമുള്ള നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റി വന്നതിന് ശേഷം ഞാൻ ഈ പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാൻ തയ്യാറാക്കാം. 1/2 കപ്പ് ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി അതേ പാൻ തന്നെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നല്ല റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് നട്ട്സാണോ വേണ്ടത് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിലൊന്ന് ഇതുപോലെ ഒന്ന് നല്ലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവിലും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഒന്ന് ഈ നെയ്യിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പഴം ഉണ്ടല്ലോ, പഴക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പഴമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഈ പഴത്തിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാനിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് തന്നെ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ വറ്റുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴവും അവിലൊക്കെ കൊണ്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.